വണ്ടി എനിക്ക് വലിയ അലിഗേഷൻ ഉള്ള സംഭവമാണ് ഈ എം ജിയുടെ വിഷയം. ഞാൻ എം ജി ഉപയോഗിച്ചിട്ട് ആ സമയത്ത് എം ജിയുടെ ബോസ്റ്റൺ എന്ന വണ്ടി വരികയും ഞാനൊരു ആ സമയത്ത് എന്റെ സുഹൃത്തായിട്ടുണ്ടായ വ്യക്തി വണ്ടി ഓടിച്ച വണ്ടി കംപ്ലൈന്റ് വന്നു. ഞങ്ങൾ കമ്പനി അറിയിച്ചു. കമ്പനി അത് തയ്യച്ചില്ല. വീഡിയോ എടുത്ത വണ്ടിയാണ്. കമ്പനി അത് തയ്യച്ചില്ല. അതിനെ ഉണ്ടാക്കി വിട്ടു. അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ വീഡിയോ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര പ്രശ്നമായി. പക്ഷേ എന്നിട്ടും അവരുടെ ഭാഗത്ത് വിളിച്ച് കോംപ്രമൈസ് ചെയ്യാനല്ല ശ്രമിച്ചത്. അവർ എനിക്കെതിരെ പല മാധ്യമങ്ങളിലും വാർത്തകൾ കൊടുക്കാനും എന്നെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി പല ക്യാമ്പയിൻ ആക്ടിവിറ്റീസ് ചെയ്തു. പൈസ വാങ്ങിക്കാം. ആ പൈസ എന്നോട് പറ്റിപ്പോയി. അതിനെല്ലാം കമ്മ്യൂണിക്കേഷൻ ബാക്കിയെല്ലാം ഡിജിറ്റൽ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും കംപ്ലൈന്റ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇൻഫർമേഷൻ പോയില്ല. എത്ര വർഷമായിട്ട് എന്തുകൊണ്ട് എനിക്ക് ഇൻഫർമേഷൻ പോയില്ല. ഞാൻ എന്നെ വളരെ വിമർശിക്കുന്നത് ഇപ്പോൾ ആവശ്യമായി പറയും. നീ അന്ന് ഡിസ്കൗണ്ട് ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ ദേശത്തിലല്ലേ നീ അങ്ങനെ വീഡിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സുജിത് ഭക്തൻ്റെ വീഡിയോ കണ്ടിരുന്നു. എം ജിയെ പറ്റിയുള്ള പഴയ വിവാദം വീണ്ടും കുത്തിപ്പൊന്തിച്ചുകൊണ്ടുള്ള. ആ സമയത്ത് എം ജിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ സമയത്ത് പുള്ളിയായിട്ട് സംസാരിക്കുകയും അതിനുശേഷം ഉണ്ടായ തർക്കങ്ങളിൽ പുള്ളിയായിട്ട് രൂക്ഷമായ തർക്കത്തിൽ ഏർപ്പെടുകയും എന്നെപ്പറ്റി എൻ്റെ മാനേജ്മെൻറ്റിനോട് അവൻ വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിക്കുന്നത്, അവനെ അടക്കിയിരുത്താൻ പറയുകയൊക്കെ എൻ്റെ മാനേജ്മെൻറ്റിനോട് പറയുകയും മാനേജ്മെൻറ്റ് പറഞ്ഞു ഞങ്ങൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, അവൻ അതിൽ സ്റ്റാഫ് എന്നുള്ള നിലയിലോ വ്യക്തിപരമായിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് തന്നെയാണ് അതിനെതിരെ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്ന്. കമ്പനി അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പുള്ളി പൂർണ്ണമായിട്ടും ബാർഗൈനിങ് തന്നെയായിരുന്നു ആ സമയത്ത് നടത്തിക്കൊണ്ടിരുന്നിരുന്നത്. പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ആ സമയത്ത് ബൈജു, നമ്മുടെ ഒരു പ്രമുഖ വ്ളോഗറുണ്ട്, അദ്ദേഹം ഞാൻ പേര് പറഞ്ഞിട്ട് പ്രശ്നം വരണ്ട, അദ്ദേഹത്തിന് വണ്ടി കൊടുത്തതായിരുന്നു മെയിൻ പ്രശ്നം. ഈ ടിയാൻ, ഈ സുജിത്ത് എന്ന് പറയുന്ന വ്യക്തി ടെസ്റ്റ് ഡ്രൈവ്, അതായത് ഈ വണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അനിയനോടൊപ്പം ഷോറൂമിൽ വന്ന സമയത്ത് നമ്മുടെ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് ആ വണ്ടി ഒന്ന് തട്ടിയിരുന്നു. അവർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പുറത്തേക്ക് ആ വണ്ടി വന്ന ഒരു എക്സ്പെരിമെൻറ്റിൽ പുറത്തേക്ക് വണ്ടി എടുത്ത സമയത്ത്, അതിന് മുമ്പ് തന്നെ ഈ ബൈജു എന്ന് പറയുന്ന വ്യക്തി അതിരാവിലെ വന്ന് ഇതിൻ്റെ ഷൂട്ട് എടുത്തിരുന്നു. അത് നമ്മൾ അറിഞ്ഞത് പിന്നീടാണ്. അദ്ദേഹത്തെ അന്ന് ഷോറൂമിൽ ഞാൻ കാണുകയും ചെയ്തതാണ്. അപ്പോൾ സുജിത്ത് വന്ന സമയത്ത്, ഈ വണ്ടി എടുക്കാൻ വന്ന സമയത്ത് നമ്മളിങ്ങനെ ആക്സിഡൻറ്റ് പറ്റുകയും അത് നമ്മുടെ ബാക്കിൽ ബോഡി ഷോപ്പിൻ്റെ ഭാഗത്ത് കൊണ്ടിട്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അനിയനും ഉണ്ടായിരുന്നു. ഞാനും കൂടെ പോയിട്ടാണ് ഈ വണ്ടി കണ്ടത്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഇങ്ങനെ വന്ന വണ്ടി അതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ എത്തുന്നേ ഉള്ളൂ, എത്തിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരനോട് പറഞ്ഞു ഞങ്ങൾ എത്രയും ഫാസ്റ്റായിട്ട് ഇതിൻ്റെ വർക്ക് തീർത്തിട്ട് നമ്മൾ വിളിക്കാം, അപ്പോൾ വീണ്ടും വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. പക്ഷേ അന്ന് വൈകുന്നേരവും മറ്റേ പ്രമുഖ വ്ളോഗർ ഉണ്ടല്ലോ നായർ, അദ്ദേഹത്തിൻ്റെ വീഡിയോ പബ്ലിക്കാക്കി. അതായത് ശരിക്കും പറഞ്ഞാൽ നോംസിന് എതിരായിട്ടാണ് അവർ ഏതൊരു ബ്രാൻഡും പറയും വീഡിയോ പബ്ലിഷ് ചെയ്യാനായിട്ട് ടൈം കൊടുക്കും, അതിനെതിരെയാണ് അത് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നായർ വീഡിയോ ഇട്ടത്. ഓക്കെ, അങ്ങനെ വീഡിയോ ഇട്ടുകയും ഈ വീഡിയോൻ്റെ ലിങ്ക് ഈ പറഞ്ഞ ഭക്തൻ എനിക്ക് അയച്ചു തരികയും ഒരു നല്ലൊരു വേർഡ് മറ്റേ പരിപാടി അത് എന്താണെന്നുള്ളത് ഞാൻ പറയണില്ല ആയിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ബൈജുവിനെ നമ്മൾ ഷോറൂമിൽ കാണുകയും ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെ വീഡിയോ എടുത്ത കാര്യം നമുക്കറിയില്ല. നമ്മുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ CEO ആയിട്ടുള്ള ഒരു പുള്ളിയുടെ സുഹൃത്താണ് ബൈജു. അപ്പോൾ ആൾ വഴിയാണ് ഇത് വീഡിയോ എടുക്കുന്നത്, ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് ഇവർ തമ്മിലുള്ള പ്രൊഫഷണൽ ഈഗോൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവരുടെ വ്ളോഗ് അങ്ങനെ അവർ തമ്മിലുള്ള ഈഗോൻ്റെ പ്രശ്നമാണ്. ഇദ്ദേഹമായിട്ട് അടയും ചക്കരായിരുന്നവരെല്ലാം പിന്നീട് തെറ്റുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് അന്നത്തെ എൻ്റെ സുഹൃത്തായിരുന്ന ഒരു സുഹൃത്ത് എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ ആരൊക്കെ ആയിട്ട് കൂട്ടുകൂടിയോ അവരൊന്നും ഇദ്ദേഹത്തേക്കാൾ മികച്ചവരോ അല്ലെങ്കിൽ ഇദ്ദേഹത്തേക്കാൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുകയും എല്ലാവരും ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ സുജിത്ത് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആ വിഷയത്തിലാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സമയത്താണ് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ അതിനുശേഷം തക്കം പാർത്തിരിക്കുകയായിരുന്നു ഈ ഭക്തൻ. തക്കം പാർത്തിരുന്നിട്ട് പിന്നീട് വളരെ സൗമ്യമായിട്ട് ഇടപെടുകയും വണ്ടി കൊണ്ടുപോകുന്നു, ഈ പറഞ്ഞ സുഹൃത്തിനോടൊപ്പം വയനാട് കൊണ്ടുപോകുന്നു. ഈ വണ്ടിക്ക് സംഭവിച്ച കാര്യം കൃത്യമായിട്ട് നമ്മളുടെ ടെക്നിക്കൽ എക്സ്പേർട്സ് പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. ഇത് ഇന്ന രീതിയിലാണ് അത് ഗിയർ മാറേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ വണ്ടി അവിടെ നിന്ന് ഈ പറഞ്ഞ സംഭവിച്ച സ്ഥലത്ത് നിന്ന് ഓടിച്ച് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അതല്ലാതെ ടോയ് ചെയ്തിട്ടൊന്നുമല്ല. അപ്പോൾ ഏതൊരു മോഡലാണെങ്കിലും എത്ര വിലയുള്ളതാണെങ്കിലും ബ്രേക്ക് ഡൗൺ ആവാത്ത മുതലൊന്നുമല്ല. ഇത് ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല, ഒരു തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. ആ സമയത്ത് വന്നിട്ടുള്ള ഒരു ടെക്നിക്കൽ എററാണ് ഇദ്ദേഹം വലിയ സംഭവമായിട്ട് കാണുകയും ഒരു ബ്രാൻഡിനെ ആകെ മൊത്തത്തിൽ. പിന്നെ അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളുണ്ടായി വയനാട് നിന്ന് തിരിച്ചു വന്നതിന് ശേഷമൊക്കെ. അപ്പോൾ ഇദ്ദേഹം ഈ പ്രശ്നം ഉണ്ടായല്ലോ, അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് നേരിട്ടു. ആ ബുദ്ധിമുട്ട് നേരിട്ട് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹം ഈ വണ്ടി എടുക്കാമെന്ന് പറയുകയും, ഇനി അദ്ദേഹം തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാം മേ ബി, വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇയാൾ സംസാരിക്കുകയും അപ്പോൾ നമ്മൾ അതിലൊരു ഡിസ്കൗണ്ട് നമുക്ക് നമ്മൾ ഇത്രയും പരസ്യവും കാര്യങ്ങളും നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നതാണല്ലോ. അപ്പോൾ നമ്മളൊരു ഡിസ്കൗണ്ട് സംസാരിച്ചു പുള്ളിയോട്. കമ്പനിയിൽ നിന്ന് സംസാരിച്ചാണ്, ഞാൻ നേരിട്ട് സംസാരിച്ചല്ല, പക്ഷെ നമുക്കറിയാൻ പറ്റും. അങ്ങനെ സംസാരിക്കുകയും
ഭയങ്കരമായിട്ട് സംസാരിക്കും. അപ്പോൾ നമുക്ക് പറ്റുന്ന MG ആയിട്ടൊക്കെ സംസാരിച്ചിട്ട് നമുക്കൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ഒരു ഏകദേശം എമൗണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിൻ്റെ ഡബിളാണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് മനഃപൂർവ്വമായിരുന്നിരിക്കാം ഡബിൾ ആവശ്യപ്പെട്ടത്, കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷമാണ് ഈ വീഡിയോ ഇദ്ദേഹം പുറത്തേക്ക് വിടുന്നത്. ഇതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഈ ഭക്തൻ പുറത്തേക്ക് വിടുന്നത്. അതിനുശേഷമാണ് MGയുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നത്. ആൾ വണ്ടി വിൽക്കുന്നു, ഞങ്ങൾ സ്റ്റാഫുകളും മറ്റുള്ളവർ, ഈ സത്യം അറിയാവുന്നവരൊക്കെ അദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യും. അപ്പോൾ ആൾ പറഞ്ഞു സൈബർ ആക്രമണമാണെന്ന്. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വന്നതിന് ശേഷം പത്രമാധ്യമങ്ങൾക്കൊക്കെ ഒരുപാട് അവരുടെ പരസ്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ പ്രൊമോഷനൊക്കെ കിട്ടാതെ വരിക. അപ്പോൾ ആ സമയത്ത് മാധ്യമങ്ങളിൽ പല വാർത്തകൾ വരുമ്പോൾ നമ്മൾ കൊടുപ്പിച്ചതാണ് അല്ലെങ്കിൽ MG കൊടുപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അതിൻ്റെ പുറകിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ സത്യം ഇതാണ്, ഇദ്ദേഹം ഒരു ചീപ്പ്, അദ്ദേഹത്തിൻ്റെ ഈഗോ തീർക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞല്ലോ, ആ വേർഡിലൊക്കെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ട്, ആ പണത്തിൻ്റെ പവർ എന്നോട് കാണിച്ചാൽ മതിയിരുന്നു. അത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും. അങ്ങനെയാണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ ഭക്തൻ എന്ന് പറയുന്ന വ്യക്തി ഈഗോ തീർക്കുകയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചൊരുക്ക് തീർക്കുകയാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത്. ഞാനും അദ്ദേഹമായിട്ട് നല്ല റിലേഷൻഷിപ്പിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ സംഭവത്തിന് ശേഷമാണ് നമ്മൾ, അതായത് അദ്ദേഹത്തിൻ്റെ MG ഡെലിവറി എടുക്കുന്ന വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും സപ്പോർട്ട് അദ്ദേഹത്തിന് ആ സമയം വരെ സർവീസിന് വന്നാലും മറ്റെന്താവശ്യത്തിന് വന്നാലും നമ്മളെ ഭാഗത്തു നിന്ന് ആസ് എ സ്റ്റാഫ് അല്ലെങ്കിൽ ആസ് എ ബ്രാൻഡ് അല്ലെങ്കിൽ ഡീലർഷിപ്പ് എന്നുള്ള രീതിയിൽ ആ സമയത്ത് സുജിത്തിന് കൊടുത്തിരുന്നു. പക്ഷേ തനി സ്വഭാവം കാണിക്കുമ്പോൾ നമ്മുടെ അരിയിൽ മണ്ണിടാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കും. സത്യത്തിൻ്റെ കൂടെ തന്നെയാണ് അന്ന് നിന്നത്. പിന്നെ അദ്ദേഹം പറയേണ്ട MGക്ക് എന്നെ അയാൾക്ക് വെക്കൂടെ കേസിന്, ഇങ്ങനെ എൻ്റെ പേര് മോശമാക്കാൻ ശ്രമിച്ചാൽ അയാൾക്ക് കേസിന് പോകൂടാ. അത്രയും തെളിവുകൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളെ പോലുള്ളവരെ വളർത്തണ്ട എന്ന് തന്നെയായിരിക്കും ആ ബ്രാൻഡ് വിചാരിച്ചിട്ടുണ്ടാവുക ഈ കാര്യത്തിൽ. പിന്നെ ഇയാളെപ്പോലെ ഒരാൾ വിചാരിച്ച എത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു ബ്രാൻഡൊന്നും നശിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യം ആദ്യം ഭക്തൻ മനസ്സിലാക്കുക. താൻ ആരുമല്ല, താൻ ഈ ലോകത്തുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി. താൻ തൻ്റെ തൊഴിൽ ചെയ്യുന്നു, മറ്റുള്ളവരെ തൊഴിൽ ചെയ്യുന്നു. അത്രമാത്രമേ ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളൂ. വീണ്ടും ഈ വിവാദം കുത്തിപ്പോക്കിയ സാഹചര്യത്തിൽ അന്നത്തെ കാര്യങ്ങളൊന്ന് ഓർത്തെടുത്ത് പറഞ്ഞതാണ്. ഞാൻ അതിനെപ്പറ്റി അന്ന് തന്നെ ഒരു വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഇട്ടിരുന്നു. അതിൻ്റെ സബ്സ്ക്രൈബർ കൂട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല, പക്ഷേ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റേ ഒരു വീഡിയോ കിടക്കുന്നുണ്ട്, അതിൽ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ.